കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആദ്യത്തെ പോയിന്റ് നേടി. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം കാരണം മാത്രമല്ല ഈ പോയിന്റ് കിട്ടിയത്. 4 തുടർച്ചയായ തോൽവിക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ കൊൽക്കത്തയിൽ ഇറങ്ങി. മത്സരത്തിന്റെ 10ാം മിനിറ്റിൽ തന്നെ ഈസ്റ്റ് ബംഗാൾ പെനാൽറ്റിയിൽ നിന്ന് ലീഡ് നേടി. അങ്ങനെ എല്ലാവർക്കും തോന്നിയത് ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഒരു തോൽവിയാകുമെന്നായിരുന്നു. ഡേവിഡ് കറ്റാല ടീമിനെ 4-3-3 ആയി സെറ്റ് ചെയ്തു. പൊസഷൻ ഗെയിം കളിക്കാനല്ല, മിഡ്ഫീൽഡ് ഡോമിനൻസ് ഉയർത്താനായിരുന്നു പ്ലാൻ. വിപിൻ മോഹനൻ, ഡാനിഷ് ഫറൂഖ്, എബിൻ ദാസ് ഈ 3 പേര് മിഡ്ഫീൽഡിൽ നല്ല വർക്ക് റേറ്റിൽ കളിച്ചു. പ്രത്യേകിച്ച് എബിൻ ദാസ് പന്ത് റീസൈക്കിൾ ചെയ്ത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. എന്നാൽ ഒരു പ്രശ്നം തുടർന്നിരുന്നു. ആക്രമണത്തിൽ ബ്ലാസ്റ്റേഴ്സ് വളരെയധികം പുറകിലായിരുന്നു. ഓപ്പൺ പ്ലേയിൽ ഒരവസരവും ഉണ്ടാക്കിയില്ല. അവരുടെ ആക്രമണം കൂടുതലും ക്രോസുകളും സെറ്റ് പീസുകളിൽ നിന്നുമായിരുന്നു. പക്ഷേ ഈ മത്സരത്തിന് ടേണിംഗ് പോയിന്റ് ഈസ്റ്റ് ബംഗാൾ തന്നെയായിരുന്നു. ലീഡ് കിട്ടിയ ശേഷം അവർ ഡിഫൻസീവ് ഗെയിമിലേക്ക് പോയി. അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായി സമ്മർദ്ദം സൃഷ്ടിക്കാൻ അവസരം ലഭിച്ചു. അവസാനം 92ാം മിനിറ്റിൽ എബിൻ ദാസ് എടുത്ത കോർണറിൽ നിന്ന് മുഹമ്മദ് അജ്സൽ ഒരു ഹെഡറിലൂടെ സ്കോർ 1-1 സമനിലയിലാക്കി. ബ്ലാസ്റ്റേഴ്സ് നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണ് കാണിച്ചത്. പക്ഷേ ഒരു മത്സരത്തിൽ നിന്ന് മാത്രം ഒരു ടീമിന്റെ മെന്റാലിറ്റി വിലയിരുത്താൻ കഴിയില്ല. ഈ ആത്മവിശ്വാസം അവർ അടുത്ത മത്സരങ്ങൾ തുടരുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. അപ്പോൾ എന്താണ് ഈ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം?